അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു സോളോ ഫിഷിംഗ് ആണ്. നൈറ്റ് ഫുൾ നൈറ്റ് ഉണ്ട്, 12 മണിയായി ഇപ്പം. പക്ഷേ ഇപ്പം നമ്മൾ ചൂണ്ടയിട്ട് വെക്കും, നാളെ രാവിലെ നമ്മൾ നോക്കും. അതായത് വെളുപ്പിനെ തന്നെ നമ്മൾ പൊക്കി നോക്കും. നമ്മൾ മനഞ്ഞിലാണ് ടാർഗറ്റ് ചെയ്യണത്. കായലിൽ നല്ല വെള്ളം വന്ന കാരണം മനഞ്ഞിലുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് പോയി ഒരു 15 ചൂണ്ട വാങ്ങിച്ചിട്ടുണ്ട്. ചൂണ്ട ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീറ്റർ നീളത്തിൽ ഈ മഞ്ഞക്കയറ് ഒരു 2.5 മീറ്റർ വീതം നീട്ടി കെട്ടിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉറങ്ങുന്ന കാരണമാണ് പതിയെ സംസാരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കായലിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഒരു സൈഡ് പൊളിച്ചിടാം. എന്തായാലും നാളെ രാവിലെ ഇത് പൊക്കാൻ നേരത്ത് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാം എവിടെ ഇട്ടേക്കണേന്ന്. ഓക്കെ, ഈ ഒരറ്റത്ത് ഒരു കമ്പ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഇത് കരയാണ്, അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതിങ്ങനെ കുത്തും. എന്നിട്ട് ഈ ഒരറ്റ ഇതിൽ കെട്ടും. മറ്റേ അറ്റം ഒരു 15 ചൂണ്ടയല്ലേ, അത് കണക്കാക്കിയിട്ടുള്ള ഒരു ലെങ്തിൽ അറ്റത്ത് കെട്ടും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ജീവനുള്ള പള്ളത്തിയാണ് ഇടുന്നത്. പള്ളത്തി ഒരു 5 പള്ളത്തി ജീവനുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ നാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അച്ഛൻ. അത് കാരണം ഞാൻ ഫ്രിഡ്ജിലിരുന്നൊരു പൂളാനും കട്ട് ചെയ്ത് ബാക്കി ഒരു 10 പീസാക്കി എടുത്തിട്ടുണ്ട്. എന്താ കിട്ടുമെന്നറിയാൻ പറ്റില്ല, എന്നാലും രാവിലെ അത് കിട്ടുന്നത് കാണിക്കുക എന്താ കിട്ടുന്നതെന്ന്. ക്യാമറയ്ക്ക് ചാർജ് ഇല്ലാത്ത കാരണം ഞാൻ ഫോൺ ഇത് ഓഫാക്കി വെക്കുക. നാളെ രാവിലെ നമുക്ക് വീഡിയോ മീൻ കിട്ടുന്നത് ഞാൻ കാണിക്കാം. അപ്പം ഞാൻ കാണിക്കാം ഇതെങ്ങനെ ഇട്ടേക്കുന്നതെന്ന്. ഇപ്പോൾ ഓഫായി പോകും ക്യാമറ. അപ്പോൾ രാവിലെ നമ്മളത് പൊക്കി നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ലേറ്റായി, ഒരു 8 മണിയായി. എണീറ്റപ്പോൾ താമസിച്ചു പോയി. ഇന്നലെ ഇട്ടത് എങ്ങനെയാണെന്ന് അധികം കാണിക്കാൻ പറ്റിയില്ല. ഇന്നലെ പകൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് രാത്രി ചൂണ്ട സെറ്റ് ചെയ്യണതിൻ്റെ തിരക്കിൽ ക്യാമറ ചാർജ് ചെയ്യാൻ മറന്നുപോയി. അതാണ് പറ്റിയത്. ക്യാമറ സ്വിച്ച് ഓഫ് ആയി പോയത്. നമ്മുടെ അമ്മമാര് തപ്പാൻ പോണുണ്ട്. അമ്മ ഒരു പൂളാഞ്ഞിരിക്കണ്ട അണ്ണനാണ് ഒരു പൂള. അപ്പൊ ഇവിടെ പ്ലീസ് ദൈവത്തെ നമ്മള് മീൻ പിടിക്കല്ലേ. ആളെയൊന്നും അറിയാൻ പറ്റിയില്ലടി. നമ്മളറിയണവർ മാത്രമേ അറിയത്തുള്ളൂ. എല്ലാത്തോടെ പിന്നെ ഇത്തായിക്ക് ഒന്ന് കാണണം. ഇത് ശിവാനിയുടെ അമ്മ ഓമന, ദിദിയുടെ അമ്മൂമ്മ. അവര് ഇപ്പുറത്തെ പാടത്തേക്ക് തപ്പാൻ പോയപ്പോഴേക്കും അവർക്ക് കായൽ നീന്താൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നങ്ങോട്ട് ആക്കി കൊടുത്ത. അവരങ്ങോട്ട് പോയി തപ്പി പിടിക്കാൻ പോയി. നമ്മളിന്നലെ ഇവിടെയാണ് അതിൻ്റെ ഒരറ്റം കുത്തി വെച്ചത്. എവിടെയാണെന്ന് നോക്കട്ടെ. അടിയിൽ കൂടിയാണ് നമ്മൾ ചൂണ്ടയിട്ട് വെച്ചിരിക്കുന്നത്. 15 ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലൊരു കയറ് കെട്ടി ഇട്ടേച്ചത്. ഇപ്പം കുറ്റി മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ആ കുറ്റിയൊന്ന് നോക്കട്ടെ. ഇനി ആരെങ്കിലും അഴിച്ചിട്ട് പോയതാണെന്ന് അറിയാൻ പാടില്ല. സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് കാണുന്നില്ലായിരുന്നു. ഞാൻ കുറേ നോക്കി കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. നമുക്ക് ഓരോ ചൂണ്ട വെച്ച് പൊക്കി നോക്കാം. ഫസ്റ്റത്തിലൊന്നുമില്ല ഗൈസ്, പൂളൻ്റെ തല. സെക്കൻഡിലൊന്നുമില്ല. തേടൊന്നുമില്ല.
ഫോർത്തിലൊന്നുമില്ല. ഇതിലെന്തോ ഉണ്ട്, റിവേഴ്സ് വലിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 4 കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തിനാണോ തേടി വന്നത് അവനെ തന്നെ കിട്ടി. പക്ഷെ ആ വേറൊരു സ്ഥലത്തിലോട്ടൊക്കെ കിടക്കുന്നു. വയറ് ഒറ്റക്ക് ഒന്ന് കാരണം ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കടിക്കുവായത് ആർക്കറിയാം. താൻ വിഴുങ്ങി, കൊളുത്ത് വിഴുങ്ങി. നമുക്കത് തൽക്കാലത്തേക്ക് അതെടുത്ത് വെക്കാം. വെള്ളത്തിൽ നമുക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റത്തില്ല, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തതിലൊന്നുമില്ല. ഇതിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. റിവേഴ്സ് വലിക്കുന്നുണ്ട്. ഉടക്കി കിടക്കണമെന്ന് തോന്നുന്നുണ്ട്. ചാക്കാണ്. ആ കൈ ഒറ്റ കൈക്ക് വലിക്കണ കാരണം കൈ കണ്ടിട്ട് ചത്ത് കിടക്കുന്നു വിചാരിച്ചു. ചാക്കാണ് വന്നത്. അടുത്ത് ഇതിലെന്തോ ഉണ്ട്. ആ ഇതും ചാക്ക. ഫിയറാക്കാനായിട്ട് ഇതിലുണ്ട് സാധനം. കിട്ടില്ല മണഞ്ഞിൽ. നമുക്ക് 2 കിട്ടിയിട്ടുള്ളെങ്കിൽ കിട്ടില്ല സാധനമാണ് കിട്ടിയേക്കണം. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നില്ല കിട്ടുമല്ലോ. ഇതും വിഴുങ്ങി കേട്ടോ കൊടുത്തു. തീർന്നിട്ടില്ല. വേറെത്തം കൂടി ഉണ്ട് ചെറുത്. നമ്മൾ ഇതിനെ റിലീസ് ചെയ്യും കേട്ടോ. പക്ഷെ ഇപ്പം റിലീസ് ചെയ്യാൻ പറ്റും. റിലീസ് ചെയ്യാൻ കേട്ടോ. വീട്ടിൽ ചെന്ന് റിലീസ് ചെയ്യാം. ഗായ്സ് തീർന്നിട്ടില്ല. സാധനം ഉണ്ട് ഇവിടെ. നല്ലൊരു വലിക്കുന്നുണ്ട്. അയ്യോ വിട്ടുപോയി. വിട്ടുപോയി. വലിയൊരു സാധനം ഉണ്ടായിരുന്നു. ചൂണ്ടയും പിടിച്ചോണ്ട് പോയി തോന്നുന്നു. ഇല്ലതേ ചെറുത് അത്തിപ്പൊള്ളി. ഈ ചൂണ്ട കാലിയ. എത്രാമത്തെ ചൂണ്ടയെന്നൊക്കെ മറന്നുപോയി. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കിട്ടും. ലൈഫ് ഓട്. എത്ര കിട്ടി? 1 2 3 4 കിട്ടി. സൂപ്പർ. നമുക്ക് വീട്ടിലേക്ക് അഴിച്ച് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ 15 ജസ്റ്റ് ഒരു ട്രയൽ ഇട്ട് നോക്കിയാൽ ചൂണ്ട. ഇനി നമുക്കിത് ഒരു 19-100 ആൾക്കാർ സ്ഥിരമായിട്ട് ഇടുന്ന ആൾക്കാർ 10-100-150 ചൂണ്ടയൊക്കെ ഒറ്റ നിരപ്പിലിട്ടുകൾ അങ്ങനെയാണൊക്കെ അവരിടുന്നത് അച്ഛൻ പറഞ്ഞു. നമുക്ക് ഇനി അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. വേണ്ട ഇതാണ് കിട്ടിയാൽ ഏറ്റവും വലുത്. ഒരു തംബ്ലൈൻ എടുക്കാനായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റാനില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ടേ ഞാൻ ആ സാധനത്തിന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അമ്മ ഇവിടെ വന്നേ. നമുക്ക് അമ്മയുടെ റിയാക്ഷൻ നോക്കാം. ഇടുക
പിന്നെ മലഞ്ഞത് എത്രണ്ണം ഉണ്ടോ? 4 എണ്ണം. 4? അടിപൊളി. ബൈ. എവിടെ ഇട്ടേക്ക്? ഇവിടെ നിന്ന് അങ്ങോട്ട് ചൂണ്ടയെന്ന സാധനത്തിനെയൊക്കെ നമ്മളൊരു കൊട്ടക്കകത്താക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൊളുത്തും വിഴുങ്ങി കിടക്കുകയാണ്. ഒരെണ്ണം മാത്രമേ കൊളുത്ത് സൈഡിലുള്ളൂ. അത് കാരണം നമുക്ക് കൊളുത്തെടുക്കാനായിട്ട് പറ്റാത്ത കാരണം ഞാൻ കട്ട് ചെയ്ത് കൊളുത്ത്. വല എല്ലാം ചുരുങ്ങി. ഇവിടെ ഇട്ട് കാണിച്ചു തരാം സംഭവം. കൊളുത്തുടക്കി. ചത്ത പോലെ കിടക്കണ കൊളുത്ത് വായിലാമ. ഇത് കണ്ടോ? ചത്തിട്ടില്ല. കൊളുത്തെല്ലാത്തിൻ്റെയും ഉണ്ണാക്കിലാണ് കയറിയിരിക്കുന്നു. നമ്മളിത് 3 റിലീസ് ചെയ്യും കേട്ടോ. ഇത് 3 ഒരു ചെറുതായത് കാരണം വേണ്ട. ഇത് മാത്രം നമുക്ക് എടുക്കാം. ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ 2 മനഞ്ഞിലെയും കൊളുത്തുടക്കിയിരിക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഞാൻ വായിൽ കൈ വെച്ച് നോക്കി. നമ്മളിപ്പോൾ ഇത് റിലീസ് ചെയ്തെടുത്താലും ഇത് രണ്ടും ജീവിക്കുമെന്ന് തോന്നുന്നില്ല. ഏകദേശം എൻ്റെ കൈയുടെ വലിപ്പമുണ്ട് രണ്ടും. ഇത് ഇച്ചിരി ചെറുതാണ്. പക്ഷെ മറ്റേ ആ തീരെ ചെറുതിൻ്റെ സൈഡിലായിരുന്നു. അതിൻ്റെ കൊളുത്ത് ഞാൻ വിടിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മാത്രമായിട്ട് റിലീസ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ടാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മീൻ ഇങ്ങനെയാണ് എല്ലാവരും പിടിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് മീൻസ് രക്ഷിക്കുന്നത് ടാസ്ക്കുള്ള കാര്യമാണ്. നമ്മളിത് ഇതിനെ വിടുവാണ് കായലിലേക്ക് തന്നെ.